എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മള് ശ്രീദേവ്യ അപരാധ ക്ഷമാപണ സ്തോത്രമാണ് ഇന്നലെ ആരംഭിച്ചത്. ശങ്കര ഭഗവത്പാദരുടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു തന്റെ അപരാധങ്ങളെ ദേവിയുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു വളരെ വിശേഷപ്പെട്ട സ്തോത്രമാണ്. അപ്പൊ നമ്മൾ ഇന്നലെ എന്താണ് അപരാധം, അപരാധം എന്ന് പറഞ്ഞാല് എന്തൊക്കെ ആണ് അതിനകത്ത് ഉൾപ്പെടുന്നത്, എന്താണ് മന്ത്രം, തന്ത്രം, യന്ത്രം, അല്ലെ, ആഹ്വാനം, ഇതെല്ലാം നമ്മൾ ഇന്നലെ കണ്ടു. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിച്ചതിന് ശേഷം ഇത് നിങ്ങളൊന്ന് വായിക്കാനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പറയാനും കൂടുതൽ അർത്ഥം മനസ്സിലാക്കാനും എളുപ്പമുണ്ടായിരിക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളൊന്നും ഇതിനകത്തില്ല, വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിച്ചിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ന മന്ത്രം നോ യന്ത്രം തദപി ജന ജാനേ സ്തുതിമഹോ ന ജാഹ്വാനം ധ്യാനം തദപി ജന ജാനേ സ്തുതി കഥാഹ ന ജാനേ മുദ്രാസ്തേ തദപി ജന ജാനേ വിലപനം പരം ജാനേ മാതസ് തദനുസരണം ക്ലേശഹരണം. എന്താണ്? മന്ത്രമോ യന്ത്രമോ എനിക്കറിയില്ല, സ്തുതിയും അറിയില്ല, ആവാഹന ധ്യാനാദികളോ സ്തുതി കഥയോ യാതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിൻ തിരുവടിയുടെ മുദ്രയാണെങ്കിൽ അതും അറിയില്ല. അപ്പൊ വിലപിക്കാനും വശമില്ല. ഒന്ന് മാത്രം അറിയാം, അമ്മേ, നിൻ തിരുവടിയെ സേവിക്കുന്നത് ക്ലേശങ്ങൾക്കെല്ലാം ശമനമാണെന്ന് മാത്രം അറിയാം. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. വിധേരജ്ഞാനേന ദ്രവിണ വിരഹേണ ലസതയാ, ആ ലസതയാന്ന് വരും. വിധേയ ശക്യത്വാ തവ ചരണയോര്യാച്യുതി രഭൂൽ തദേതൽ ക്ഷന്തവ്യം ജനനി സകലോധാരിണി ശിവേ കുപുത്രോ ജായേത ക്വചിതപി കുമാതാന ഭവതി. ഒന്നുകൂടെ നോക്കാം നമുക്ക്. വിധേരജ്ഞാനേന ദ്രവിണ വിരഹേണ അലസതയാ വിധേയ ശക്യത്വാ തവ ചരണയോര്യ ച്യുതി രഭൂൽ തദേത്വൽ ക്ഷന്തവ്യം ജനനി സകലോധാരിണി ശിവേ കുപുത്രോ ജായേത ക്വചിതപി കുമാത ന ഭവതി. മൊത്തത്തിലുള്ള അർത്ഥം, അവിടത്തെ ഉപാസിക്കാനുള്ള വിധികള് അറിഞ്ഞുകൂടായികയാലും ദ്രവ്യമില്ലാത്തത് കൊണ്ടും ദ്രവ്യമില്ലായ്മയാലും അലസത നിമിത്തവും ചെയ്യേണ്ടുന്ന കാര്യങ്ങള് ചെയ്യാൻ ശക്തിയില്ലാത്തതിനാലും അവിടുത്തെ ചരണങ്ങളിൽ എനിക്ക് എന്ത് വീഴ്ചകൾ പറ്റിയോ അവയെല്ലാം അമ്മേ സകല ജനങ്ങളെയും പാപതാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മംഗള സ്വരൂപേ നിൻ തിരുവടിയാൽ ക്ഷന്തവ്യങ്ങളാണ്. ദുഷ്ടപുത്രന്മാർ എല്ലായ്പ്പോഴും സംഭവിക്കാം, ദുർമാതാവ് ഒരിക്കലും ഭവിക്കുന്നില്ല. അമ്മയോട് സ്നേഹമില്ലാതെ വർത്തിക്കുന്ന മകനുണ്ടായി എന്ന് വരാം, മക്കളിൽ സ്നേഹമില്ലാത്ത അമ്മ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിന്റെ സാമാന്യ അർത്ഥം. അപ്പോ അമ്മയോട് സ്നേഹമില്ലാത്ത മകൻ അല്ലെങ്കിൽ മകൾ ഉണ്ടായി എന്ന് വരാം, മക്കളിൽ സ്നേഹമില്ലാത്ത അമ്മ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മള് എല്ലാ മലയാള മാസത്തിലും ദേവിക്ക് നമ്മൾ പറയാറുണ്ട് 30 വെള്ളിയാഴ്ച, അല്ലെ, 30 ചൊവ്വാഴ്ച. എന്താണ് ഈ 30 വെള്ളിയാഴ്ച 30 ചൊവ്വാഴ്ച എന്നൊക്കെ പറയുന്നത്? വളരെ പ്രധാനമാണ് ദേവീ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ. 30 എന്ന് പറഞ്ഞാല് ആ മാസം ആദ്യം വരുന്നത് പോക്ക് വെള്ളിയാഴ്ച, പോക്ക് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അവസാനത്തെ എന്ന് പറയും. അപ്പോ നമുക്ക് ഈ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയും ആദ്യത്തെ ചൊവ്വാഴ്ചയും നമുക്ക് നമ്മുടെ വീടുകളിലും വളരെ വളരെ, കാരണം ദേവി ഉപാസകരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വീടുകളിൽ തന്നെ ക്ഷേത്രങ്ങളാണ്, അല്ലെ. നിരന്തരമായിട്ട് നമ്മൾ ശ്രീചക്രത്തെ വായിച്ച് ആരാധിക്കുന്ന ഒരു വീടും ക്ഷേത്രവും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ എല്ലാ കർമ്മങ്ങളും ഈ അവിടെ നിർമാല്യം വൃത്തിയാക്കുന്നത് മുതൽ പൂജ, പഞ്ചോപചാരം, ഷോഡശോപചാരം, ചതുഷ്ഷഷ്ടി ഉപചാരം വരെയുള്ള എല്ലാ പൂജകളും ചെയ്ത് നിത്യമായിട്ട് ചെയ്യുന്ന പൂജ, രാവിലെയും വൈകിട്ടും പൂജ നടക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും ക്ഷേത്രത്തിന് തുല്യമാണ്, അല്ലെ. അപ്പോ നിരന്തരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പൊ പ്രപഞ്ച മാതാവായിട്ടിരിക്കുന്ന ജഗദീശ്വരിയോട് നമ്മൾ കൂടുതൽ അടുക്കണം. അതിനെന്താ വേണ്ടത്? സദാ സ്മരണം, കീർത്തനം, അർച്ചനം, ഇതെല്ലാം നിരന്തരം ചെയ്യണം. ഇപ്പൊ കുപുത്രോ ജായതേ
ക്വചിതപി കുമാത ന ഭവതി എന്ന് അടുത്തടുത്ത് വരുന്ന 3 ശ്ലോകങ്ങളില് ഭഗവത് പാദർ ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം എന്താ, എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇത് പറയാൻ കാരണം. അപ്പൊ ഭഗവത് പാദരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള വരികളാണ് ഇവ. ഒരുപാട് പ്രാവശ്യം നമ്മൾ പലരും ഇത് കോട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. കാരണം അമ്മയോട് പറയണ മക്കള് മോശമാവാം, പക്ഷെ അമ്മയ്ക്ക് മോശമാവാൻ പറ്റില്ല. അപ്പോ എന്താണ് കുമാതാവ് അല്ലെ? കാരണം കുപുത്രൻ ഉണ്ടാവാം, മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കുമാതാവ് എന്ന് പറഞ്ഞാൽ മോശമായിരിക്കുന്ന ഒരു അമ്മ ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് പറയണു. അപ്പൊ കുപുത്രൻ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. കുപുത്രൻ എന്ന് പറഞ്ഞാല് കുൽസിതനായിരിക്കുന്ന പുത്രൻ. കുൽസിതം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷിക്കുക, ചീത്തയാവുക, ഇങ്ങനെയൊക്കെയാണ് കുൽസിതം. കുൽസിത പ്രവർത്തികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. വളരെ മോശപ്പെട്ട പ്രവർത്തികൾ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തില് മോശക്കാരനായിരിക്കുന്ന, അതായത് സ്വധർമ്മ അനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ട സ്വഭാവമുള്ള പുത്രന്മാരുണ്ടാകാം. എങ്കിലും ഒരിക്കലും ക്വചിതപി, ഒരിക്കലും കുമാത ന ഭവതി, മാതാവ് ഒരിക്കലും കുൽസിതയാകാറില്ല. ഇനി കുൽസിതയാകുന്നവർ മാതാവല്ല അല്ലെ. യഥാർത്ഥ ഒരു മാതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അങ്ങനെ ഒരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് മക്കളോട് പെരുമാറാൻ പറ്റില്ല. കുൽസിതം, മോശമാവാൻ പറ്റില്ല. ഒരു മാതൃധർമ്മം എന്ന് പറയുന്നതിന് മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇനി അങ്ങനെ പ്രവർത്തിക്കുന്നവർ ചിലപ്പോ അമ്മയായിരിക്കില്ല, ശരിക്കും അത് സ്വന്തം അമ്മ ആവില്ല എന്നാണ് ഭഗവത് പാദർ പറയുന്നത്. അപ്പോ ആ ഒരു മാതൃധർമ്മം എന്ന് പറയുന്നത്, മാതാവിന്റെ ധർമ്മം എന്നത്, മാതാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശ്രീ മാത്രേ നമഃ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് ശ്രീ മാത്രേ നമഃ. ഈ മാതാവ് എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾ അമ്മയുടെ പേര്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അമ്മയും നമ്മൾ വിഷ് ചെയ്യുന്ന ആളിന്റെ ഹൃദയത്തിലിരിക്കുന്ന അമ്മയും കണ്ടിട്ടാണ് ശ്രീ മാത്രേ, അല്ലാതെ ശരീരത്തെ അല്ല നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പൊ മാതാ എന്ന് പറഞ്ഞാല് മക്കളെ നല്ല പോലെ അറിയുന്നവൾ. അപ്പൊ മക്കളെ നല്ലപോലെ അറിയുന്നവളും മക്കളെ രക്ഷിക്കുന്നവളുമാണ് എന്ന് അർത്ഥമുണ്ട്. ഈ 2 ധാതു ശബ്ദങ്ങളിൽ നിന്നാണ് മാതൃ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ മാതൃ, അതായത് മാതൃധർമ്മം, മാതാവിന്റെ ധർമ്മം. അപ്പൊ മാതാ എന്ന് പറഞ്ഞാൽ ശരിക്കും മാതി പ്ലസ് ത്രായതേ. മാതി എന്ന് പറഞ്ഞാൽ എന്താ? അളക്കുക അല്ലെ, അളന്നു നോക്കുക. ത്രാതി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അപ്പൊ അളക്കുന്നു, അറിയുന്നു എന്നർത്ഥം. അളക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എത്ര ഉണ്ട്, നമുക്കൊരാളുടെ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ തീർന്നോ ഉണ്ടോ, നമുക്ക് അളവ് നോക്കാൻ പറ്റും, കുറഞ്ഞോ ഇല്ലയോ എന്ന്. പക്ഷെ ഒരാളുടെ സ്നേഹം നമ്മൾ എങ്ങനെയാ അളക്കുക അല്ലെ? അവരുടെ പ്രവൃത്തി കൊണ്ടാണ് അല്ലെ. എന്ത് പ്രതികൂല സാഹചര്യത്തിലും താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കൈവിടാതെ അവരുടെ നല്ല സമയങ്ങളിലും മോശ സമയങ്ങളിലും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ യഥാർത്ഥ ആ ഒരു സിൻസിയർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവരുടെയാണ് ആത്മാർത്ഥത. അപ്പൊ നമ്മൾ അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്നു എന്നർത്ഥം. കാരണം നമുക്ക് അറിയാം. അപ്പോ ആ അളവ് എന്തിനാണ്? അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയണം ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെ, ആരാ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. നമ്മള് ഒരു ജീവൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞാല് മനുഷ്യന്റെ സ്ത്രീ ആയാലും പുരുഷനായാലും അനേക വർഷങ്ങള് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ പരിതസ്ഥിതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ടവരല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവര്. നമുക്ക് സ്നേഹം തോന്നുന്നത് വേറെ ചിലരോടായിരിക്കാം. പക്ഷെ നമ്മുടെ കൂടെ എല്ലാ സമയവും ഉണ്ടാകുക, നമ്മളെ പരിരക്ഷിക്കുക, നമുക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് തരിക അല്ലെ, ഇതൊക്കെ ആരാ? ആ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്നവരെ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ സ്നേഹം യഥാർത്ഥമാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അപ്പൊ അളക്കുന്നതെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മുടെ കൂടെ ഇരുന്നവര് ഇല്ലെ, കുറച്ച് വർഷങ്ങൾ പരിചയപ്പെട്ടവര് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു, നമ്മളോട് എന്താ പറയാ ഇൻസിൻസിയർ ആയിട്ട് പെരുമാറുന്നു. അപ്പൊ നമ്മൾ പറയും, അയ്യോ ഭയങ്കര കഷ്ടമായിപ്പോയി, എനിക്ക് ആ ആളിനെ അറിയാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എന്താ? അളക്കാൻ പറ്റിയില്ല എന്നർത്ഥം. അറിയാൻ പറ്റാത്ത അളവറിഞ്ഞില്ല, നമ്മൾ പുറമേ കാണുന്നതിൽ വീണുപോയി അല്ലെ. അകത്ത് എന്താണ്? സിൻസിയർ ആണോ അവര്? പലരെയും നമ്മളെ അല്ലാതെ കുറ്റപ്പെടുത്താറുണ്ട് അവരെ കുറിച്ച് അറിയാതെ. നമ്മൾ പറയും അവരുടെ വെറും ഷോ ആയിരുന്നു അല്ലെ. അതുപോലെ നമ്മള് മാതൃശബ്ദത്തില് ആ ഒരു മാതി എന്ന് പറഞ്ഞാല് അളക്കുന്നവളാണ് അമ്മ. അപ്പോ അളന്നിട്ട് ആ സ്നേഹം അത്രയാണ്. നമുക്ക് ഒരിക്കലും അമ്മയുടെ സ്നേഹം അളക്കാൻ പറ്റില്ല. അളക്കാൻ പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ മാതൃസ്നേഹം അല്ലെ.
അപ്പൊ അളന്ന് നോക്കിയിട്ട് ത്രാണനം ചെയ്യുക. ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അപ്പൊ നമ്മളെല്ലാം ഈ മാതൃ പിതൃ ധാതൃ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ അറിയുന്നു, രക്ഷിക്കുന്നു. എന്താ അറിയുന്നത്? അമ്മയ്ക്കറിയാം എന്റെ ജീവിതം എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്റെ മകള് അല്ലെങ്കിൽ എന്റെ പുത്രന്മാർ പുത്രികൾ. ആ അമ്മ അത് അറിഞ്ഞിട്ട് ആ അളവ് അളക്കാൻ പറ്റില്ല അല്ലെ? എന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ അളക്കുന്നത്? സെപ്പറേറ്റ് അല്ല. അപ്പൊ എന്നിട്ട് അതിനെ ഏത് സാഹചര്യത്തിലും ഏത് വിഷമഘട്ടത്തിലും ഏത് സന്തോഷഘട്ടത്തിലും കൂടെ ഉണ്ടായിരിക്കുന്ന വ്യക്തിയാണ് അമ്മ. അതുകൊണ്ടാണ് ആ ത്ര എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുക എന്നാണ്. അച്ഛനും അതുപോലെ പിതാവ് ത്രാണനം ചെയ്യിക്കുന്ന ആള്. ആ ധാതാവ് ധാതൃ. അപ്പൊ ഇങ്ങനെ അമ്മ നമ്മുടെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാല് നമ്മളെ രക്ഷിക്കുക, ത്രാണനം ചെയ്യുക. എവിടെ മുതലാ അമ്മ രക്ഷിക്കുന്നത്? ഗർഭത്തിൽ തന്നെ തന്റെ കുഞ്ഞിന്റെ ചലനങ്ങൾ അറിയുന്നവളും കുഞ്ഞിനെ രക്ഷിക്കുന്നവളുമാണ് അമ്മ. അപ്പൊ അത് കഴിഞ്ഞ് പുറത്തു വന്നാലോ കുട്ടികളുടെ എല്ലാ ചലനങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും അമ്മമാര്. ഇപ്പൊ കുട്ടി കരയുന്ന ആ ടോണിൽ നിന്ന് തന്നെ, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അത് എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന് നല്ല അമ്മമാരാണെങ്കിൽ അവർക്കറിയാം അല്ലേ? കാരണം എന്തിനാ വിശന്നിട്ടാണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചിട്ടാണോ? ആ ടോൺ കേട്ടാ പറയും ഇതിനു വേണ്ടിയിട്ടാണ് എന്റെ കുഞ്ഞ് കരയുന്നത്. എന്താ അതിന് കാരണം? അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അകത്ത് വെച്ചപ്പോ തന്നെ. ഉള്ളിൽ ഇരുന്നപ്പോ തന്നെ ആ കുഞ്ഞിന്റെ ഓരോ ചലനങ്ങളും രേഖപ്പെടുത്തിയ ഒരു റെക്കോർഡറാണ് അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന്. ഓരോ ചലനങ്ങളും അമ്മയ്ക്ക് അറിയാം. അപ്പോ ആ ഒരു തിരിച്ചറിവ് അത് അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മയും കുഞ്ഞുമായിട്ട് അത്രയ്ക്ക് താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. ഹൃദയമിടിപ്പ് പോലും അനുഭവിച്ചറിഞ്ഞവരാണ് അമ്മമാര് ഗർഭത്തിൽ വെച്ച്. അപ്പൊ അത് പുറത്തു വന്നാലും അത് തീർച്ചയായിട്ടും തുടരും. അകത്ത് ഗർഭപാത്രം എങ്ങനെയാണോ അതിനെ രക്ഷിച്ചത് അതുപോലെ ഒരു രക്ഷാ കവചം അമ്മയുടേതായിട്ട് പുറത്തും ഉണ്ടായിരിക്കും. ആ ഒരു അദൃശ്യ ഗർഭപാത്രം ആണ് കുട്ടികളെ രക്ഷിക്കുന്നത്. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി ചെറുതായിരിക്കുമ്പോൾ കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു ആവരണം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ശരീരത്തിനകത്ത് ഒരു സ്ഥലം അതിനെ രക്ഷിക്കുന്ന അതിനൊരു ആവരണം ഉണ്ട് അല്ലേ? അതുപോലെ പുറത്തു വന്നാൽ എന്താ? അമ്മയുടെ ഈ കരുതല്, അമ്മയുടെ പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് ആ കുട്ടിക്ക് ആവരണമായിട്ടിരിക്കുന്നത് അല്ലെ? അമ്മമാർ എവിടെ പോയാലും, അതായത് അമ്മമാരുടെ അറിവിന്റെയും പ്രാർത്ഥനയുടെയും ഒരു രക്ഷാ കവചം, അതാണ് പുറത്തു വന്നാൽ കുട്ടിയുടെ ഗർഭപാത്രം അതിനെ രക്ഷിക്കുന്നത്. അകത്ത് ആ ഒരു എന്താ പറയാ കാരണ ജലത്തിൽ കുട്ടിയെ കിടത്തി സൂക്ഷിക്കുന്നു, അതിന് ആഹാരം കൊടുക്കുന്നു തന്റെ പൊക്കിൾ കൊടി വഴി. അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ അതിനു വേണ്ടി എന്നും എന്റെ കുഞ്ഞ് നന്നായിരിക്കണേ, സുഖമായിട്ടിരിക്കണേ, ആപത്തില്ലാതിരിക്കണേ, ദിവസവും അറിയാതെ ഒരമ്മയ്ക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ഭഗവാന്റെ മുമ്പിലോ ഇല്ലെങ്കിൽ അമ്മയുടെ മുമ്പിലോ ദേവിയുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താ? തന്നെക്കാളും കൂടുതൽ തന്നിൽ നിന്ന് പുറത്തു വന്ന ആ കുട്ടി സുഖമായിട്ടിരിക്കണേ, അവന് ഒരു ആപത്തും വരുത്തരുത്. ഈ ഒരു പ്രാർത്ഥന കുഞ്ഞിന് വെളിയില് ആ ഒരു ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യ കവചമായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതിലിട്ട് തന്നെയാണ് അമ്മമാര് മക്കളെ വളർത്തുന്നത്. അപ്പൊ മക്കളുടെ മുഖം വാടിയാല് ഒരമ്മയ്ക്ക് മനസ്സിലാകുന്ന പോലെ വേറെ ആർക്കും മനസ്സിലാവില്ല. എത്ര പ്രായമോ ആവട്ടെ, എത്ര പ്രായമായിട്ടുള്ള മകൻ ആ അമ്മയ്ക്ക് എപ്പോഴും ചെറിയ കുട്ടിയാണ് ഇല്ലേ? എത്ര വലുതായാലും ശരി അവര് വന്ന് നമ്മുടെ മുമ്പില് തലകുനിച്ചിരിക്കുമ്പോ ചോദിക്കും എന്താ മോനെ അല്ലെ, വിശക്കുന്നോ, ഭക്ഷണം കഴിച്ചില്ലേ? ആദ്യം അമ്മ ചോദിക്കുന്ന അതാ, വിശപ്പിനെ കുറിച്ച്. അവരമ്മയാണ് ആദ്യം, വേറെ ആരും ചോദിക്കില്ല മക്കളോട്. അമ്മ ചോദിക്കും നിനക്ക് വിശക്കുന്നോ, എന്താ ഭക്ഷണം വേണ്ടത്, അല്ലെ എന്തെങ്കിലും വിഷമമുണ്ടോ പറയൂ, അമ്മയെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കാം. എത്ര പ്രായമുള്ള ശരീരത്തിന് ശേഷിയില്ലാത്ത അമ്മമാര് പോലും ദൂരെ നിന്ന് മക്കൾ വരുന്നു എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് ആ മക്കൾക്ക് ഇഷ്ടമുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുക ഒരു വലിയ സന്തോഷത്തോടു കൂടി. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, കൊച്ചിലെ അവർക്ക് എന്തായിരുന്നു ഇഷ്ടം, ഇതെല്ലാം ചിലപ്പോൾ വലുതായപ്പോ ഈ ഇഷ്ടങ്ങളൊക്കെ മാറിയിരിക്കാം. പക്ഷെ അമ്മയുടെ മനസ്സിൽ കുഞ്ഞ് എന്നും ചെറുതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കരുതലുകള് ഒരമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അപ്പോ ആ മക്കളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അമ്മയ്ക്ക് എന്താ പറയാ ആ കുട്ടിയോട്, അതായത് ആ ഒരു ആ ഒരു കുട്ടിയുടെ എന്തൊക്കെയാണ് ടെൻഡൻസീസ്, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്ന് നന്നായിട്ട് അറിയാം അല്ലേ? അപ്പോ ആ അമ്മ അതനുസരിച്ച് മാത്രം. അതുകൊണ്ടാണ് കുമാത ന ഭവതി, അമ്മയ്ക്ക് ഒരു മോശം അമ്മയാവാൻ പറ്റില്ല. നല്ല അമ്മമാർക്ക് അങ്ങനെ ആണെങ്കിൽ അത് അമ്മയല്ല എന്ന് പറയാൻ കാരണം എന്താ? അമ്മയുടെ ലോക സ്വഭാവമാണ് ഈ പറയുന്നത്. ഈ ജഗദംബികയോ ഒരു സാധാരണ അമ്മയ്ക്ക് പോലും ഇതാണ് സ്ഥിതി അല്ലേ? അപ്പൊ അത്രയ്ക്ക് സ്നേഹമാണ് മക്കളോട്. അപ്പോ നമുക്കറിയാം രാമായണത്തിലെ രാജ്യാഭിഷേകം പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം എന്താണ്? രാമന് കിരീടധാരണം നടത്തേണ്ടതാണ്.
അപ്പൊ കൈകേയി പ്രത്യേകം പൂജകളൊക്കെ ചെയ്തുകൊണ്ട് രാമൻ പിറ്റേ ദിവസം രാജാവായിട്ട് അഭിഷിക്തനാവുകയാണ്. കൗസല്യ പ്രത്യേകം തന്റെ മകൻ നാളെ എന്താ കിരീടധാരണം നടത്തുകയാണ്. അതുകൊണ്ട് പ്രത്യേക പൂജകളിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കൈകേയിയുടെ നിർദ്ദേശം അനുസരിച്ച് രാമന് 14 വർഷം കാട്ടിൽ പോകാൻ ഒരുങ്ങി. രാമൻ എന്താ വേഷങ്ങളൊക്കെ മാറുന്നതിന് മുമ്പേ, കാരണം വൽക്കലമൊക്കെ ധരിച്ചു വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നും. അമ്മയുടെ മുമ്പില് രാമൻ ആകെ അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു വ്യക്തിയാണ് കൗസല്യ മഹാരാജ്ഞി. അമ്മയോട് മാത്രമാണ് ഒരു വിഷമം. അമ്മയ്ക്ക് വേറെ അല്ല, രാജ്യം ഉപേക്ഷിക്കുന്ന എന്താ പറയാ, ശ്രീരാമൻ എന്നും സ്ഥിതപ്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് രാജ്യം നാളെ അഭിഷേകം എന്ന് പറഞ്ഞപ്പോഴും പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നിയില്ല. അച്ഛന്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായി. പിറ്റേ ദിവസം ഇല്ല, കൈകേയി പറഞ്ഞു 14 വർഷം കാട്ടിപ്പോണെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഒന്നും കിട്ടിയതൊന്നും ഉപേക്ഷിച്ചെന്നൊരു തോന്നലും ഇല്ല, അതിലൊരു ദുഃഖവും ഇല്ലായിരുന്നു. സന്തോഷത്തോടു കൂടി അച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ സമ്മതിക്കുകയാണ്. പക്ഷേ എങ്ങനെ പോയി തന്റെ അമ്മയെ കാണും? അമ്മയ്ക്ക് വിഷമമാവില്ലേ? ഞാൻ വിവാഹം കഴിഞ്ഞു, ഭാര്യയോടുകൂടി വന്ന് കൊട്ടാരത്തിൽ താമസിക്കുന്നു, ഞാന് ഈ ഒരു നാളെ രാജ്യാഭിഷേകത്തിന് വേണ്ടി സന്തോഷത്തോടു കൂടി പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ അവിടെ ചെന്നിട്ട് ഞാൻ കാട്ടില് 14 വർഷം പോവാണെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് വിഷമം തോന്നില്ലേ? അവിടെ മകന് ആകെ ഒരു അറ്റാച്ച്മെന്റ് നോക്കൂ, അതാണ് പൊക്കിൾ കൊടി ബന്ധം എന്ന് പറയുന്നത്. ആ ഒരു അമ്മ എന്ത് പറയും എന്നോർത്ത് വിഷമിച്ച് ഇതാണ് രാമൻ അവിടെ ചെല്ലുന്നത്. എന്താ, കൗസല്യയോട് അനുഗ്രഹം വാങ്ങാൻ. കാരണം ആ വേഷങ്ങളൊക്കെ ധരിച്ചു വന്നില്ല. അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കണ്ട, നാളെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കേണ്ടുന്ന രാമൻ അല്ലെ, വൽക്കലാധാരിയായിട്ട് ഒരു ജടയൊക്കെ കെട്ടി ഇങ്ങനെ പോകുന്നത് കണ്ട ഏതമ്മയ്ക്ക് സഹിക്കും? അതുകൊണ്ട് അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അദ്ദേഹം പതുക്കെ അവിടെ വരികയാണ്, വേഷങ്ങൾ മാറുന്നതിന് ഇടുന്നതിന് മുമ്പേ തന്നെ. അപ്പോ ആ രാമന്റെ മുഖത്ത് ഒരു എന്താ പറയാ, ഇങ്ങനെ അഭിഷേകം മാറി നാളെ താൻ പോവുകയാണെന്ന് അതിലുള്ള ഒരു വിഷമവും ഇല്ലായിരുന്നു. എങ്കിലും ഒരു ചെറിയ വാട്ടം ഉണ്ടായിരുന്നു എന്നാണ് കമ്പരാമായണത്തിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ ദുഃഖം. അപ്പോ കൗസല്യ പൂജയിൽ നിന്ന് എണീറ്റ് വന്നു. എന്താണ് മകനെ, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം ആ ഒരു സ്ഥിതപ്രജ്ഞനായിട്ടും ഒരു ചെറിയ വിഷമം മുഖത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോ എന്താ പറയാ, ആ അമ്മയെ പിരിയണമല്ലോ, ആ ഒരു ചെറിയ ദുഃഖമാണെന്ന് അമ്മ അറിയുന്നില്ല. അപ്പൊ അമ്മ വന്നിട്ട് പൂജയിൽ നിന്ന് വന്ന് കൗസല്യ ചോദിക്കുകയാണ്, ആ ചെറിയ വാട്ടം പോലും അമ്മയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഇവിടെ ചോദിക്കണം. എന്താ മോനെ മുഖം വാടിയിരിക്കുന്നത്, നിനക്ക് വിശപ്പുണ്ടോ, കഴിച്ചില്ലേ എന്നൊക്കെയാ ചോദിക്കുന്നത്. കാരണം ഉടനെ കൊട്ടാരത്തിലാണോ ഭക്ഷണത്തിന് ഒരു എന്താ പറയാ പഞ്ഞ ഉള്ളത്. എന്നിട്ട് അമ്മ ചോദിക്കണം, നിന്റെ മുഖം എന്തോ ഒരു ചെറിയ ഒരു സ്ലൈറ്റ്, എത്ര ഒളിച്ചു വെച്ചാലും ഒരു സ്ലൈറ്റ് ചേഞ്ച് പോലും അമ്മയ്ക്ക് മനസ്സിലാവും. ഇതാണ് അമ്മ എന്ന് പറയുന്നത് അല്ലെ. വിശപ്പുണ്ടോ, കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ മക്കളുടെ ചെറിയ വ്യതിയാനങ്ങൾ പോലും സൂക്ഷ്മമായിട്ട് തിരിച്ചറിയും അമ്മ. മക്കൾ എത്ര വളർന്നാലും അമ്മയ്ക്ക് പ്രായാധിക്യമായാലും ആ മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് അമ്മമാരുടെ സന്തോഷം. അപ്പൊ മക്കളെ അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് അമ്മമാരുടെ പ്രത്യേകതയാണ്, അമ്മമാരുടെ മാത്രം. ഇപ്പൊ മാതി ത്രായതേ, അറിയുന്നു, രക്ഷിക്കുന്നു, ഇതിനെയാണ് നമ്മൾ മാതൃത്വം. ഇന്നത്തെ മാതൃത്വത്തെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. മാതൃത്വം, വിവാഹം, മക്കളോടുള്ള സ്നേഹം എല്ലാം തന്നെ ഇന്ന് ഏത് രീതിയിലാണ് അല്ലെ, എത്ര തന്നെ കുറഞ്ഞ് തന്റെ സ്വാതന്ത്ര്യം, അഭിമാനം, അഹങ്കാരം ഒക്കെ ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനെയാണ് നമ്മൾ കലിയുഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഒന്നാമത് മാതാവ് ആകണ്ട, ഇനി ആയാൽ തന്നെ കുട്ടികളെ കൊണ്ട് നിസ്സാരമായിട്ട് അവരെ ഭർത്താവിനോടോ അല്ലെ ഭർത്താവിന്റെ വീട്ടുകാരോടോ ഒക്കെ ഉള്ള ദേഷ്യം കൊണ്ട് അവരെ വലിച്ചെറിഞ്ഞ് അവരെ എങ്ങനെ വളർത്തണം എന്ന് പോലും അറിയാതെ അനാഥത്വത്തിലേക്ക് അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇന്ന് എത്രയോ കുട്ടികൾ വഴിയോരങ്ങളിലും അല്ലെ അനാഥാലയങ്ങളിലും വളരുന്നു. അപ്പൊ മാതൃത്വം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ മാറ്റമല്ല, മനസ്സിൽ വരുന്ന മാറ്റാണ്. കലിയുഗമല്ല, ഏത് യുഗത്തിലും മാതാക്കന്മാർ ഇങ്ങനെ തന്നെയായിരിക്കും, നല്ല അമ്മമാര്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു വ്യക്തിഗത അഭിമാനം അല്ലെ, ആ ഒരു അഹങ്കാരമൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അച്ഛനമ്മമാരുടെ അമിത ലാളന കൊണ്ട് എന്താ പറയാ, മറ്റെവിടെ പോയാലും ഒന്നും ടോളറന്റ് അല്ലാത്ത ഒരു സ്ഥിതി, ഒന്നും ടോളറേറ്റ് ചെയ്യാൻ ഇന്നത്തെ കുട്ടികൾക്ക് കഴിയുന്നില്ല. അപ്പൊ അമ്മ ഒരു കുട്ടിയെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, തന്റെ ഉദരത്തിൽ കിടക്കുമ്പോ തന്നെ നല്ലത് കേട്ട്, നല്ലത് ശ്രവിച്ച്, നല്ലത് ജപിച്ചായിരിക്കും ആ കുഞ്ഞു ഉദരത്തിൽ നിന്ന് പുറത്തു വരിക. കുഞ്ഞുങ്ങളെ നല്ല ഒരു കഥകളൊക്കെ പറഞ്ഞ് അവരുടെ ബാല്യത്തില് അവരെ നല്ല രീതിയിൽ വളർത്തേണ്ട ചുമതലയും അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മ അളന്ന ത്രായത എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താ, രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ആ കുട്ടിയെ നന്നായിട്ട് വളർത്തണം അല്ലെ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കണം. വിവേകാനന്ദ സ്വാമി എന്ന് പറയുന്ന നരേന്ദ്രനെ
ആ കുളിപ്പിക്കുമ്പോഴെല്ലാം അമ്മ പറഞ്ഞ ഒറ്റ വാക്കാണ് ശിവോഹം ശിവോഹം എന്ന്. ആ ശിവോഹ മന്ത്രം പോലെ ജപിച്ചിട്ടാണ് അമ്മ വെള്ളം കുഞ്ഞിന്റെ തലയിൽ ഒഴിക്കുന്നത്. അപ്പൊ കൊച്ചിലെ മുതല് ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തന്നെ വിവേകാനന്ദ സ്വാമി തനിച്ച് വെള്ളം എടുത്ത് വെള്ളം തലയിൽ ഒഴിച്ചാലും ശിവോഹം ശിവോഹം. എന്താ അതിന്റെ അർത്ഥം? അഹം ശിവഹ എന്നല്ലേ. ആ ആ അഹം ആരാണെന്ന് അദ്ദേഹം എത്ര വളർന്നു വന്നപ്പോ അദ്ദേഹം എന്താണ് ശിവോഹം എന്ന് അന്വേഷിച്ചു പോയി. അദ്ദേഹം അതിനറിയാൻ സാധിച്ചു. അപ്പൊ കൊച്ചിലെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ് കുട്ടികൾക്ക് വളരുമ്പോഴും അതിലോട്ടുള്ള ഒരു ആകർഷണം ഉണ്ടാവുന്നത്. അപ്പോ ആ കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ യഥാർത്ഥ അമ്മമാരെന്ന് പറയുന്നത്. അവർക്ക് എല്ലാറ്റിന്റെയും വില അറിഞ്ഞ് ഈശ്വരനെ പറഞ്ഞു കൊടുത്ത് അരുതാത്തതിനെ എല്ലാം നമ്മൾ എന്താ പറയാ ആ അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തണം. കാരണം ആ ഒരു ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലും കുട്ടിക്ക് ഫേസ് ചെയ്ത് അത് തരണം ചെയ്തു പോകാനുള്ള ഒരു കഴിവ് അത് അച്ഛനേക്കാളും കൂടുതൽ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തരാക്കുക. നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടിട്ടില്ലേ, പക്ഷികളും മൃഗങ്ങളും എല്ലാം ഇതാ ചെയ്യുന്നത്. അത് ആര് പറഞ്ഞു കൊടുത്തിട്ടാ? അവരുടെ ഉള്ളിൽ ആ പ്രേരണാശക്തിയായിട്ട് ആ ജഗത് മാതാവാണ് ഇരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാൻ അവർക്കുണ്ടോ? പക്ഷെ അതിനകത്തൊരു പ്രേരക ശക്തി ഇരിപ്പുണ്ട്. അത് ഈ അമ്മയാണ്. ഈ എന്താ പറയാ ജഗദംബികയാണ്. അവിടെ അവരെന്താ ചെയ്യുന്നത്? ആ ഒരു ചെറിയ പ്രായത്തിൽ വേണ്ട സംരക്ഷണം കൊടുത്തോണ്ട് ഉടനെ കുറച്ച് വളരുമ്പോ അവനെ കൊത്തി അതിനെ നടക്കാൻ പ്രാപ്തരാക്കും, ചിറകുകളെ മുളപ്പിക്കും. അത് മുളച്ചു കഴിഞ്ഞാൽ ഉടനെ പറന്നു പോകാൻ നോക്കും. മറ്റുള്ള മൃഗങ്ങളാകട്ടെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പഠിപ്പിക്കും. അപ്പോ ആ ഒരു മനുഷ്യരും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ത്രാണനമാകുന്നത്. അല്ലാതെ കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഓവർ പ്രൊട്ടക്ഷനും അല്ലെ പറയുന്നത് എല്ലാം കേട്ടു. കുട്ടി ആരെ എന്ത് ഭത്സിച്ചാലും ആരെ എന്ത് മോശം പറഞ്ഞാലും എല്ലാം കേട്ട് സന്തോഷിച്ച് അതെന്റെ മകന്റെ അല്ലെ മകളുടെ മിടുക്കാണ്, ശാസിക്കാതെ വളർത്തുന്ന ഒരു കുട്ടി എന്താ ഏത് രീതിയിൽ അത് ത്രാണനം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയും നന്നായിട്ട് വളർത്തിയിട്ടില്ല കുട്ടിയെന്ന്, ഇങ്ങനെ പറയാ. സ്വന്തം അച്ഛനമ്മമാര് പറയില്ലായിരിക്കും, പക്ഷെ ബാക്കിയുള്ളത് അനുഭവിക്കുന്ന വ്യക്തികൾ സമൂഹം പറയും ഇല്ലേ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ. അതുകൊണ്ട് അമ്മയുടെ ജോലി എന്താ? അമ്മയുടെ കടമ എന്താണ്? ജോലി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ നന്നായിട്ട് വളർത്തുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നല്ല കർമ്മങ്ങൾ ചെയ്താലും മാത്രം പോരാ, അവരെ നന്നായിട്ട് വളർത്തുക. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെയാണ് എല്ലാവർക്കും എന്താ പറയാ നമസ്കരിക്കുക. അമ്മയെ നമസ്കരിച്ചിട്ട് വേണം ബാക്കി എല്ലാം ചെയ്യാനെന്ന് പറയില്ല. ഏത് കർമ്മം ചെയ്യുമ്പോഴും പെറ്റമ്മയെ നമസ്കരിക്കുക. അതാണ് പണ്ടത്തെ ഒരു ആചാരം. അമ്മയെ നമസ്കരിക്കൂ എന്ന് പറയും. എന്താ കാരണം? ആ ഒരു വഴി, താൻ വന്ന വഴി, ഇനി പോവാൻ പോകുന്ന വഴി എല്ലായിടത്തും അനുഗ്രഹമായിരിക്കുന്ന അമ്മ തന്നിട്ടുള്ള നല്ല ശീലങ്ങളായിരിക്കും. അപ്പോ മക്കളുടെ രക്ഷയാണ് അമ്മമാരെ എന്താ പറയാ അമ്മമാരായിട്ട് കാണുന്നത്. മക്കൾ എവിടെ ചെന്നാലും അവർക്ക് അമ്മയെ ഓർക്കുമ്പോൾ ഒരു ബലമാണ് ഇല്ലേ, അമ്മയുണ്ട് എന്റെ കൂടെ. അപ്പോ അവര് നശിക്കണമെന്ന് ഒരു ചിന്തയും ഒരിക്കലും ഒരമ്മയ്ക്കും ഉണ്ടാവില്ല. കുമാത ന ഭവതി, ഒരിക്കലും മോശം ഒരു അമ്മ ഉണ്ടാവില്ല. കാരണം മക്കള് കുപുത്രന്മാരാകാം. കാരണം മക്കൾക്ക് വിവരമില്ല, അതുകൊണ്ടാണ് അവർ പല ദോഷങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ അമ്മമാർക്ക് ഒരിക്കലും കുൽസിതരാകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ജഗത്തിൽ കാണുന്ന എല്ലാ അമ്മമാരും ഇല്ലേ, മൃഗങ്ങളിലും പക്ഷികളിലും മനുഷ്യരിലും ഒക്കെ ഈ ഒരു ഗുണം കാണുന്നുണ്ട്, മാതൃത്വം. അപ്പോ അല്ലയോ അമ്മേ, ഇത്രയും ഈ ജഗത്തിന്റെ മാതാവായിരിക്കുന്ന അമ്മയെ കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ അമ്മേ? അമ്മയ്ക്ക് എത്രയാ? അമ്മ ഈ കാണപ്പെടുന്ന ജഗത്തിന്റെ മുഴുവൻ ജഗത് പ്രസൂതി, ജഗത്തിനെ പ്രസവിച്ചവളാണ് അമ്മ. അപ്പോ അതുകൊണ്ട് ജഗദംബികയായിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്ന് എന്ത് വേണം? തദേതൽ ക്ഷന്തവ്യം ജനനി, ഹേ ജനനി, അല്ലയോ അമ്മേ, ഞാൻ ചെയ്ത തെറ്റുകള് എന്നോട് ക്ഷമിക്കണേ അല്ലെ. ആ അപരാധങ്ങളെ ക്ഷമിക്കേണ്ടതാണ്. ക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ അല്ലെ. അത്ര സ്നേഹത്തോടു കൂടി ഒരു മകൻ വന്ന് പറയുകയാണ് ക്ഷന്തവ്യം. ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമാ കർത്തൃം, കർത്തവ്യം. ഇത് അമ്മയുടെ കർത്തവ്യം, ക്ഷമിക്കുക എന്നുള്ളത്. അമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു കർത്തവ്യം എന്താ? ക്ഷമിക്കുക എന്നുള്ളതും അമ്മയുടെ കർത്തവ്യം അല്ലേ? ആണ്. അല്ലേ എന്ന് പോലും അല്ല ചോദിക്കുന്നത്, ആണ് എന്നാ പറയുന്നത്. അത്രയും അമ്മയോട് ആ ഒരു സ്നേഹത്തിലാ. അപ്പൊ ഇനി ജനനി, അമ്മയല്ലാതെ ഞങ്ങളെ ജനിപ്പിച്ചവൾ അമ്മയാണ് ഇല്ലേ. ഞങ്ങളുടെ എല്ലാം ഈ ജഗത്തില് ഈ കാണപ്പെടുന്നത് എല്ലാം അമ്മയാണ് ജനിപ്പിച്ചത്. ഞങ്ങളുടെ അറിവില്ലായ്മകളും പരിമിതികളും ഞങ്ങളുടെ വാസനകള് ശീലങ്ങള് ഒക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ വാസനകളും ശീലങ്ങളും ഒക്കെ അറിയുന്നത് ആരാ? അമ്മയാണ് അല്ലേ. അതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ അപരാധങ്ങളെ ക്ഷമിക്കണേ. ഓ സകലോദ്ധാരിണി ശിവേ, സകല ഉദ്ധാരിണി ശിവേ
എന്താ? സകല ജനങ്ങളെയും അവരുടെ ദുരിതങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നവളാണ് ദേവി. ഇപ്പോ നമ്മള് അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ എന്താ? അമ്മേ, ചിലപ്പോ അത് മുൻജന്മ കർമ്മ ഫലമായിരിക്കാം. ഈ ജന്മത്തിൽ ചെയ്തത് ഒക്കെ ആകാം. പാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ശിവേ, ശിവേ എന്ന് വിളിക്കുകയാണ് അവിടെ. ശിവ എന്ന് പറഞ്ഞാൽ എന്താ? മംഗളത്തെ തരുന്നവളെ, ശിവം, മംഗളകരമായിരിക്കുന്ന ശിവന്റെ പത്നിയായിട്ടിരിക്കുന്ന അല്ലയോ ശിവേ, ശിവപത്നിയായിട്ടിരിക്കുന്നവളെ, ആ പുത്രനായിരിക്കുന്ന എന്റെ എല്ലാ അപരാധങ്ങളും ക്ഷമിക്കണേ. എന്തൊക്കെയാണ് ഞാൻ ചെയ്യാതിരുന്നത്? ആദ്യത്തെ 2 വരികളിലാണ് ചെയ്യാതിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അല്ലെ. എന്തൊക്കെയാണത്? അവസാനത്തിൽ പറയണു, അമ്മയാണ് അല്ലെ, കുപുത്രോ ജായേത കുമാതാന ഭവതി. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അറിയാതെ കുറച്ച് എന്താ ഈ മോശം ശീലങ്ങളൊക്കെ വന്നുപോയി, അതെല്ലാം ക്ഷമിക്കണം. എന്തൊക്കെയാ ഞാൻ ചെയ്തത്? വിധേ അജ്ഞാനേന അല്ലെ, ദ്രവിണ വിരഹേന ആലസ്യതയാ വിധേയ ശക്യത്വ തവ ചരണയോര്യ അച്യുതി രഭൂത്. തവ ചരണ യോഹോ ച്യുതി രഭൂത്. എന്താണ്? അമ്മയുടെ പാതാരവിന്ദങ്ങളില് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ ഒന്നും ചെയ്തില്ല. അതിന്റെ കുറവ്, ആ കർമ്മങ്ങളിൽ എന്തൊക്കെയോ കുറവ് ഞാൻ ഉണ്ടാക്കി അല്ലെ, അഥവാ ന്യൂനത ഞാൻ ഉണ്ടാക്കി, വീഴ്ച എനിക്ക് സംഭവിച്ചു. ആ വീഴ്ച അമ്മ ക്ഷമിക്കണം. എങ്ങനെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചത്? വിധേരജ്ഞാനേന. വിധി എന്നാൽ എന്താ പറയുന്നത്? വിധി എന്ന് പറഞ്ഞാൽ പൂജാവിധികൾ അല്ലെ. ആ പൂജാവിധികളൊന്നും പഠിച്ചിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞു. വിധി എന്ന് പറഞ്ഞാൽ പൂജാവിധികൾ, അതായത് ദേവി പൂജയ്ക്കുള്ള വിധികളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഗുരുക്കന്മാർ, അറിവുള്ള ആചാര്യന്മാരുടെ ലെവലിൽ നിന്ന് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പോയി പൂജകളൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല. നല്ല പ്രായത്തിൽ പഠിച്ച് പൂജിക്കേണ്ടതായിരുന്നു, പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്റെ കർമ്മവാസനകൾ എന്തൊക്കെയോ വഴിയിലൂടെ എന്നെ വലിച്ചിഴച്ചുകൊണ്ട് പോയി. എന്റെ പ്രാരാബ്ധം, അജ്ഞാനം, ഇവ കൊണ്ടാണ് ഞാൻ അപരാധം ചെയ്തത്. അപ്പൊ ഈ ഉള്ളവന്റെ പരിമിതികൾ അറിഞ്ഞ്, അമ്മ ഒരിക്കലും കുമാതാവല്ലല്ലോ, ഈ പുത്രൻ കുപുത്രനായിരിക്കാം, അമ്മയെ ക്ഷമിച്ചാലും. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണ്? ദ്രവിണ വിരഹേണ. ദ്രവിണം എന്ന് പറഞ്ഞാൽ ധനം അല്ലെ, നമുക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എന്ന് പറയാം. ധനം എന്ന ആ അർത്ഥം നമുക്ക് എടുക്കാം. കാരണം പൂജയ്ക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ സംഭരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു അല്ലെ, സമ്പത്ത് ഉണ്ടായിരുന്നില്ല. അമ്മയെ പൂജിക്കേണ്ട ദ്രവ്യങ്ങൾ ഒന്നും സംഭരിക്കാനുള്ള സമ്പത്ത് എനിക്കില്ലായിരുന്നു അല്ലെ. പൂജാവിധികൾ അറിയാമെങ്കിലും എനിക്ക് എന്താ, ദ്രവ്യങ്ങളുടെ കുറവും ഉണ്ടായിരുന്നു. ദ്രവ്യങ്ങൾ കൊണ്ടൊന്നും പൂജിക്കാൻ സാധിച്ചില്ല എനിക്ക്. പിന്നെ ഉള്ള കാര്യം എന്താ? ആലസ്യതയാ, അലസത കൊണ്ട്. ഇതാണ് ബാക്കിയുള്ളവർക്കെല്ലാം ഉള്ളത് അല്ലെ. അലസത എല്ലാം ഉണ്ട്, പക്ഷെ ചെയ്യാൻ ഒരു മടി. അപ്പൊ ആ വല്ലാതെ എനിക്ക് ആലസ്യം പൂണ്ട്, എന്റെ മടി കൊണ്ട് പൂജിക്കാനുള്ള ശ്രദ്ധ ഞാൻ ഒന്നും കാണിച്ചില്ല അമ്മേ. അപ്പൊ രാവിലെ എഴുന്നേക്കണം, കുളിക്കണം, പൂക്കൾ പറിക്കണം അല്ലെ, പൂജാമുറി വൃത്തിയാക്കണം, അഭിഷേകം ചെയ്യണം അമ്മയ്ക്ക്, പഞ്ചോപചാരം, ഇങ്ങനെ അമ്മയുടെ പൂജകള് വളരെ ഡീറ്റെയിൽഡ് പൂജകളുണ്ട്, ചെറിയ പൂജകളുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ, രാവിലെ എണീക്കാനോ ഇല്ലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനോ എന്താണോ എന്ന് എനിക്ക് അറിയില്ല അമ്മേ. ഭയങ്കര മടി, അലസത എന്നെ അനുവദിച്ചില്ല. അപ്പൊ അമ്മയുടെ നാമാർച്ചന, നൈവേദ്യം ഒന്നും ഞാൻ അലസത കൊണ്ട് ചെയ്തില്ല. അങ്ങനെ ആ ഒരു അറിവില്ലായ്മ, അല്ലെങ്കിൽ ദ്രവ്യങ്ങളുടെ കുറവ്, അലസത, ഇവയൊക്കെയാണ് ഞാൻ അമ്മയ്ക്ക് വിശേഷമായിട്ട് ഒരു പൂജകളും ചെയ്യാത്തത് ഇല്ലേ. അശക്യത്വം, ആ ഒരു എന്താ പറയാ, ചെയ്യേണ്ടത് ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പം മറ്റ് പല കമ്മിറ്റ്മെന്റ്സ് എനിക്കുണ്ട്. ഞാൻ ഇതിനേക്കാളും പ്രാധാന്യം എൻ്റെ ആ ഒരു പ്രപഞ്ച ജീവിതത്തിന് അല്ലെ, വേൾഡ്ലി കമ്മിറ്റ്മെന്റ്സ്, വേൾഡുമായിട്ടുള്ള എൻ്റെ ബന്ധമായിട്ടുള്ള, രാവിലെ എണീക്കുന്നു, എൻ്റെ ജോലിക്ക് പോകണം, എൻ്റെ പല പല കർമ്മങ്ങള് മാത്രമല്ല, അത് കഴിഞ്ഞ് വന്നു വൈകുന്നേരം അല്ലെ എൻ്റെ ഫ്രണ്ട്സായി, പാർട്ടികളായി, അവരുമായിട്ടൊക്കെ ഞാൻ സന്തോഷം, എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ പുറത്തു പോയി. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയാ, ആ ഒരു പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യണമെന്ന് എനിക്ക് അറിയാതെയും പോയി. അങ്ങനെ ഒരു അതിലൊരു കുറവൊന്നും തോന്നിയിരുന്നില്ല അന്ന്. വിശേഷമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ്സ്, അതായത് പ്രാരാബ്ധങ്ങള്, ശരീര ക്ലേശങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അമ്മയുടെ പൂജകൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. മാത്രമല്ല, ആ ഒരു വീഴ്ചകളെല്ലാം ക്ഷമിക്കേണ്ടത് അമ്മയല്ലേ. കാരണം അന്ന് എൻ്റെ ആരോഗ്യമുള്ള സമയത്തൊക്കെ എനിക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങളെ തേടി ഞാൻ പോയി, സുഖങ്ങളെ തേടി ഇല്ല. അതിന് ദേവി പൂജയ്ക്കോ എൻ്റെ ഇഷ്ടദേവതയെ പ്രത്യേകിച്ച് ഉപാസിക്കാനോ ഒന്നും ഞാൻ സമയം കണ്ടെത്തില്ല. കാരണം ദ ഫ്ലോ ഓഫ് ടൈം എന്ന് പറയും.
നമ്മളിങ്ങനെ ജീവിതം ഒഴുകിക്കൊണ്ടുപോയി. നമ്മൾ എപ്പോഴാണ് അതിൽ തിരിച്ചറിയുന്നത്? ഒരു കാലഘട്ടം കഴിഞ്ഞ് മക്കളും എല്ലാവരും ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അവരെല്ലാം നമ്മളെ വിട്ടുപോയി, അവര് സ്വയം കുടുംബങ്ങളായി. അപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു കണ്ടീഷൻ വരും അല്ലേ? വന്നവർ മാത്രമാവും തിരിച്ച്. അപ്പൊ നമ്മൾ ആലോചിക്കും, അയ്യോ കാലം ഇത്രയും കടന്നുപോയോ, എനിക്ക് ഇത്രയും പ്രായമായല്ലോ അല്ലെ, ഞാൻ എൻ്റെ യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചല്ലോ, ഇനി എനിക്ക് എന്താ, എൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു, എൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഇനി എത്ര കാലം ഉണ്ടാവും, അപ്പോഴാണ് ഞാൻ ഇനി വന്ന ആള് തിരിച്ചു പോകണ്ടേന്ന് ഒരു തിരിച്ചുപോക്ക് എനിക്കുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നത് റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ജോലി വിരാമം എന്ന് പറയുന്നത് നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നിന്റെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. വനത്തിൽ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ആത്മാവിലോട്ട് ഗമിക്കുക, തന്റെ ആത്മാവിനെ അറിയാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാ രാജാക്കന്മാരും ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവരുടെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് അവരുടെ മക്കള് രാജ്യാഭിഷേകത്തിന് സമയമാവുമ്പം അവര് വാനപ്രസ്ഥം സ്റ്റേജിലോട്ട് പോകും. അവര് കൊട്ടാരമായതുകൊണ്ട് അന്നത്തെ കാലത്ത് വനത്തിലേക്ക് പ്രസ്താവിക്കുക, വനത്തിലേക്ക് പോയി അവിടെ ഒരു വളരെ ലളിത ജീവിതം നയിച്ച് കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊന്നും താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി അവരുടെ ഗുരുവിന്റെ രാജഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അവര് ആ ഒരു ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ ഒരു ചെറിയ കോട്ടേജ് അല്ലെങ്കിൽ ഒരു ഹെർമിറ്റേജ്, ഒരു ആശ്രമം ഉണ്ടാക്കി അവരവിടെ ചെന്ന് അവരുടെ അവസാന കാലം അവരുടെ ജീവിതത്തിൽ വാനപ്രസ്ഥ ജീവിതം. ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം അങ്ങനെ പോയി അവരുടെ മനസ്സ് വീണ്ടും തിരിച്ച് തന്റെ വന്ന വഴിയിൽ താൻ എവിടേക്കാണോ തിരിച്ചു പോക്കുള്ളത്, ഈ കണ്ടതൊന്നും സത്യമല്ല, ഈ മുഴുകിയിരിക്കുന്നതും സത്യമല്ല, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണെന്നറിഞ്ഞ് തന്റെ യഥാർത്ഥത്തെ സ്വസ്വരൂപത്തെ അറിയാനായിട്ട് ഓരോ ജീവനും പരിശ്രമിക്കണം. അതാണ് വാനപ്രസ്ഥം. അല്ലാതെ വനത്തിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ല. തന്റെ ഉള്ളിൽ ഒരു വനം ഉണ്ടല്ലേ, ആ വനത്തില് ആ ഒരു കൊടും കാട്ടില് ദുഷ്ടമൃഗങ്ങൾ മാത്രമല്ല, ആശ്രമവും ഉണ്ട്. പരിപാവനമായിട്ട് നമ്മുടെ ജീവാത്മാവ് ഇരിക്കുന്ന ഒരു ഗുഹയുണ്ട്, ആത്മഗുഹ അല്ലെ. നമുക്കതിനെ ചിന്താമണി ഗൃഹം എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അവിടെ ഒരു ആത്മാവിരിപ്പുണ്ട്, ആത്മാവിനൊരു യാത്രയുണ്ട്. താൽക്കാലികമായിരിക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് ആ ഒരു ശരീരമാകുന്നതില് കുറച്ച് സമയത്തേക്ക് വന്നതാണ്, ഇത് വിട്ടുപോവേണ്ടതാണ്, ഇതെന്റെ സ്വന്തമല്ല, പെർമനന്റ് അല്ല, എന്റെ യാത്ര അനുസ്യൂതം തുടരേണ്ട ഒരു ആത്മാവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സുഖഭോഗങ്ങളിൽ ഇരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എത്ര ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരും രാജാവാണെങ്കിൽ പോലും അവര് ആ സമയമാകുമ്പോൾ തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് അവര് സ്വന്തമായിട്ടൊരു അതൊക്കെ എളിയ വസ്ത്രം, ആ വസ്ത്രത്തിലും, അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് എന്താ കുറവ്, അവസാനം വരെ സുഖമായിട്ടിരിക്കാം അല്ലേ? അങ്ങനെയല്ല, എല്ലാത്തിനെയും ത്യജിക്കുക. ആ ത്യാഗം കൊണ്ട് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് ഭക്ഷണ നിയന്ത്രണത്തോടുകൂടി ശരീരത്തെ, ആ ഒരു പായോപവേശം, നമ്മുടെ ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ഇതാണ് ശരിക്കും പറഞ്ഞാല് ആ സനാതന ധർമ്മത്തിന്റെ സംസ്കൃതി. അതുപോലെ ആ വാനപ്രസ്ഥം എന്ന് പറയുന്ന, അതായത് ഞാൻ ഇന്ന് എൻ്റെ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും പറയണു എനിക്ക് പൂജ അറിയില്ലായിരുന്നു അല്ലെ, എനിക്ക് പൂ പറിക്കാൻ പോയില്ല, രാവിലെ എണീറ്റില്ല, ഞാൻ എൻ്റെ ജീവിത വൃത്തിക്ക് വേണ്ടി അനുസ്യൂത ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കാലത്തിലൂടെ ഇന്ന് ഞാൻ വൃദ്ധനായി, അപ്പോ എനിക്കിനി തിരിച്ചു പോക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞാനിതാ അമ്മയെ വിളിക്കണു. ഇപ്പൊ പറയാണ് എനിക്ക് അതറിയില്ല, ഇതറിയില്ല, ദ്രവ്യമില്ലായിരുന്നു അല്ലെ. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തില് ഡേ ടു ഡേ അഫയേഴ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഒരാളുടെ നിന്ന് കടം മേടിക്കും അല്ലെ. പൂജകൾക്കായിട്ട് വേണ്ടി ആരും കടം വാങ്ങിച്ച് പൂജ ചെയ്യാറില്ല. അത് ഈ പ്രായശ്ചിത്ത പൂജകൾ മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് ഇന്ന ദോഷമാണ്, ഞാൻ അതിൽ നിന്ന് കടക്കണമെന്ന് പറഞ്ഞ് ഒരു ജ്യോതിഷി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കടം മേടിച്ച്, വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ കടം മേടിച്ച് ചെയ്യും. അല്ലാതെ ഈശ്വര പൂജ ഒരാളും സ്വന്തമായിട്ട് വീട്ടിൽ നിൽക്കുന്ന പൂ പറിച്ചിടുമായിരിക്കും, അല്ലെങ്കിൽ പണം ചെലവാക്കി ഒരു ഈശ്വര പൂജ ചെയ്യുന്നത് വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ചെയ്യുന്നതൊക്കെ എന്താ, ആ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി തന്റെ കയ്യിൽ പണം ഉള്ളപ്പോൾ ഒരു 10 രൂപ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ 100 രൂപ കൊണ്ടുപോകും ഇല്ലേ. എല്ലാ ജോലികളും കഴിഞ്ഞ് മക്കളൊക്കെ വെൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിനു വേണ്ടി മാറ്റി വെക്കും. അല്ലാതെ നമുക്ക് വളരെ ഞെരുങ്ങിയിരുന്ന കാലത്തും നമ്മള് കുറച്ചു രൂപ അല്ലെ ദാനധർമ്മങ്ങൾക്കും ഈശ്വരനും വേണ്ടി ചെലവഴിച്ചോ, അവിടെ നമ്മൾ അമ്മയെ ഓർത്തോ, അതാണ് അവിടെ ക്വസ്റ്റ്യൻ. അതാണ് ഈ എണ്ണി എണ്ണി പറയുന്നത്. അപ്പോഴും നമുക്ക് ഈശ്വരനെ ഓർക്കാം. അതാണ് കുചേലന്റെ മഹാത്മ്യം. കുചേലൻ എന്താ ചെയ്തത്? അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ലാസ്മേറ്റ് അല്ലേ, സതീർത്ഥ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ആ വിദ്യാഭ്യാസ കാലത്തിരുന്ന ആ സതീർത്ഥ്യനല്ല, അദ്ദേഹം മധുരയിലെ രാജാവാണെന്ന് അറിഞ്ഞ് ശ്രീകൃഷ്ണനെ ദൂരെ ഇരുന്ന് തന്റെ ആ ഒരു ദാരിദ്ര്യത്തിൽ, എത്രയും മക്കളുണ്ടായി, ഭാര്യ ദാരിദ്ര്യം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ല. അദ്ദേഹം കൊണ്ടുവന്ന ഭിക്ഷ യാചിച്ചു കൊണ്ടുവരുന്ന എന്തെങ്കിലും കൊണ്ടിട്ടാണ് ആ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത്. എന്നിട്ട് പോലും എന്താ, ആ ഒരു ഭഗവാന്റെ നാമങ്ങള് 24 മണിക്കൂറും അദ്ദേഹത്തെ കീർത്തിച്ചുകൊണ്ട്, എന്റെ ആ സതീർത്ഥ്യനാണ് ഇന്ന് മധുര രാജാവ്, അവിടെ ചെന്ന് ചോദിച്ചാൽ എന്തും കിട്ടും അറിയാം, പക്ഷെ പോയില്ല.
കാരണം അഭിമാനം. ദിവസം ഒരു നേരം കൃഷ്ണന് ഇഷ്ടമുള്ള ഒരു സാധനം വെച്ച് പൂജ ചെയ്ത് അല്ലേ, അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഫലം പുത്ര ഒരു ഫലമാകട്ടെ പത്രം, പുഷ്പം തോയം, ഒരു തുള്ളി വെള്ളമാവട്ടെ, സ്നേഹത്തോടു കൂടി രാവിലെ എണീറ്റ് തന്റെ ശ്രീകൃഷ്ണന്റെ ആ ഒരു രൂപത്തിന്റെ മുമ്പിൽ ആ കുചേലൻ ഇരുന്ന് ഒരു തുള്ളി വെള്ളം ഭഗവാന് കൊടുക്കും. അതിന് പൈസ കൊടുക്കണ്ട. ആ ഓർമ്മ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല. വീട്ടിന്റെ നടയിൽ ഉണ്ടായിരുന്ന 2 പൂക്കൾ, ഇല്ലെങ്കിൽ നടന്നിട്ട് തിരിച്ചു വരുമ്പോ റോഡിന്റെ വഴിവക്കില് വയലേലകളിലൊക്കെ കാണുന്ന 2 പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് ഭഗവാനെ ഇതാ പുഷ്പം സമർപ്പയാമി. എന്താ എന്റെ ഹൃദയമാകുന്ന ആകാശ പുഷ്പം? എന്താ? അവനവന്റെ ഹൃദയമാണില്ലേ. ജലം കൊടുക്കുമ്പോ പഞ്ചഭൂതങ്ങളിലെ പ്രധാനാണ്. ഒരു തിരി കത്തിച്ചു തന്റെ ആത്മജ്യോതി കൊടുത്തു. അപ്പൊ കുചേലൻ കൊടുത്തത് സ്വന്തം ശരീരം മാത്രമല്ല, ആത്മാവിനെയാണ് ഭഗവാന് സമർപ്പിച്ചത്. അതുകൊണ്ടാണ് ആ അവിലും കൊണ്ട് ചെന്നപ്പോ തന്റെ ശരീരത്തിന്റെ അന്നമയ കോശമായിരിക്കുന്ന അവിലും കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്നപ്പോ അത് വാരി വാരി ഭഗവാൻ 3 പിടിയെടുത്തു ഇല്ലേ. എല്ലാം കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ദാരിദ്ര്യാവസ്ഥയിലും ഭഗവാനെ ഓർക്കുക, അല്ല സുഖാവസ്ഥയിൽ ഓർക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. സാധാരണഗതിയിൽ സുഖാവസ്ഥയിൽ ഓർക്കുന്ന എന്തിനാ? ആ സുഖം നിലനിൽക്കാൻ, നമുക്ക് ദുഃഖങ്ങളൊന്നും വരാതിരിക്കാൻ ഇല്ലേ. അതിന്റെ ഒരു പങ്ക് കൈക്കൂലി പോലെ കൊടുക്കുന്നതാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കാരണം അതെനിക്ക് നിലനിർത്തണേ, എന്റെ ആരോഗ്യം നിൽക്കണേ, എന്റെ മക്കള് നിൽക്കണേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആർക്കും ദുഃഖങ്ങൾ വരുത്തല്ലേ. കാരണം ഞാൻ അവിടെ ആർക്കാ പ്രാധാന്യം? എനിക്ക്, ഭഗവാനല്ല. ഭഗവാൻ എന്തും മതി അല്ലെ, അമ്മയ്ക്ക് എന്തും മതി, നമ്മൾ അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെയും നമ്മുടെ സെൽഫിഷ്നെസ് ആണ്. എനിക്ക്, ഞാൻ പോകുന്നിടം വരെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരരുത്, എനിക്ക് ദുഃഖങ്ങളൊന്നും സഹിക്കാൻ പറ്റൂല അമ്മേ, ഇതാ പിടിച്ചോളൂ 100 രൂപ, 100 രൂപയുടെ സാധനങ്ങൾ ഇതാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് എന്താ പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നമ്മൾ ചെലവാക്കും. കാരണം എന്താ, തെറ്റ് ചെയ്തു എന്ന് നമുക്കറിയാം. അപ്പൊ അല്ലാതെ അമ്മയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ വാങ്ങിക്കണതിൽ നിന്ന്, നമ്മൾ കഴിക്കണതിൽ നിന്ന് ഒരു പങ്കേ അമ്മ ചോദിക്കുന്നുള്ളൂ. അത് നൈവേദ്യമായിട്ട് കൊടുക്കാൻ എത്ര മനസ്സ് നമുക്കുണ്ടാവും? രാവിലെ മുതൽ എണീക്കുമ്പോൾ നമുക്ക് എന്താ കഴിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ദേവിക്ക് ഇതൊക്കെ അല്ലേ അർഘ്യമായിട്ട് കൊടുക്കുന്നത്. പൂജാമുറിക്കകത്ത് വെക്കുമ്പോൾ അത് അർഘ്യമായി, പാദ്യമായി, അത് പ്രസാദമായി അല്ലേ. നമുക്ക് ഉണ്ടാക്കുന്ന ചോറിൽ നിന്ന് ഒരു പിടി ചോറ്, ഒരു തുള്ളി നെയ്യ് ഒഴിച്ചത് അമ്മയ്ക്ക്, ഇത് അമ്മയ്ക്കാ. അതാണ് അമ്മ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മള് എപ്പോഴും നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക്, എല്ലാ മക്കളും അങ്ങനെയാണ് അല്ലെ, അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കില്ല, അവനവന്റെ സുഖം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രമേ അമ്മയെ ഓർമ്മിക്കാറുള്ളൂ. അപ്പോ ആ ഒരു എന്താ പറയാ, ആ അമ്മ എന്താ പറയാ, ഒരിക്കലും കുമാതാവല്ലാത്തത് കൊണ്ട് ഇതെല്ലാം അമ്മ ഞങ്ങളോട് ക്ഷമിക്കും. ഞാൻ കുപുത്രനാണ് അല്ലേ. അപ്പോ ജനനി, അമ്മ എന്നെ ശിക്ഷിക്കല്ലേ. കാരണം അമ്മ എന്നെ ശിക്ഷിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്. ഞാൻ നല്ല സമയത്ത്, അതായത് ഇതൊന്നും പഠിച്ചില്ല, ചെയ്തില്ല അല്ലേ, ആ ഒരു എന്താ പറയാ അഹം, എന്താ പറയാ, അമ്മയല്ലേ ജനനി, ശാപോധാരിണിയല്ലേ, കുപുത്രന്മാരുണ്ടാകാം, കുമാത ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അമ്മേ ജനനി എന്നെ രക്ഷിച്ചാലെന്നാ പറയുന്നത്. അതായത് അമ്മ ശിക്ഷിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അമ്മയോട് പറയണു എന്നെ രക്ഷിക്കണേന്ന്. ആചാര്യസ്വാമികൾ ഇവിടെ ഒരു ചെറിയ കുട്ടിയെ പോലെ അല്ലേ, ആ ഒരു എന്താ പറയാ അഭ്യർത്ഥനയാണ് ദേവിയുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അടുത്ത ശ്ലോകവും അങ്ങനെയാണ്. അടുത്ത ശ്ലോകത്തിലും അതിന്റെ അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട് എന്താ, കുപുത്രോ ജായേത കുമാതാന ഭവതി എന്ന്. അപ്പൊ അടുത്ത ശ്ലോകം എന്ന് പറഞ്ഞാൽ അമ്മയോട് ഒരു പരിഭവം പറയുന്ന പോലെ അത്രയും സ്വാതന്ത്ര്യത്തോടെ. ഇപ്പൊ 2 ശ്ലോകം പറഞ്ഞപ്പോ കുറച്ചുകൂടെ അടുപ്പമായി അല്ലേ. കുറെ അപരാധങ്ങളൊക്കെ പറഞ്ഞു, ആ ഒരു ഡിസ്റ്റൻസ്, അമ്മയായിട്ട് കുറെ വിട്ടു നിന്ന് ആ പിണക്കങ്ങളൊക്കെ മാറി. അങ്ങനെയാണ് പിണങ്ങിയിരിക്കുന്ന അമ്മയുടെ അടുത്ത് ആദ്യം മക്കൾ വരുമ്പോ കുറച്ച് സമയം മിണ്ടാതിരിക്കും, അമ്മയും മിണ്ടില്ല, മക്കളും മിണ്ടില്ല. അത് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും അല്ലെ. പിന്നെയാണ് അങ്ങോട്ട് എന്താ പറയാ, അമ്മ ഒരിക്കലും ശിക്ഷിക്കില്ല, സ്നേഹമാണ്, ചെയ്ത തെറ്റുകൾക്കൊന്നും ഇനി അമ്മ വഴക്ക് പറയില്ല എന്ന് കണ്ടുമ്പോ കുറച്ചുകൂടെ സ്നേഹമായി. അടുത്ത ശ്ലോകം മുതൽ എന്താണ് ആ അമ്മയോട് കുറച്ച് പരിഭവം പറയുകയാണ്. കാരണം അത്ര സ്വാതന്ത്ര്യത്തോടുകൂടി ഓരോ ശ്ലോകം കഴിയുമ്പോഴും ആ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റക്കുറച്ചിലാണ് കാണുന്നത്. അപ്പൊ അമ്മയെ പോലെ തനിക്ക് വേറെ ബന്ധു ആരും ഇല്ല അമ്മേ അല്ലെ. ത്വമേവ മാതാച പിതാ ത്വമേവ, ത്വമേവ ബന്ധുച്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ എന്നുള്ളതില് അമ്മ അല്ലാതെ എനിക്ക് വേറൊരു ബന്ധു ഉണ്ടോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. അടുത്ത ശ്ലോകം എന്താണ് പറയണമെന്ന് നമുക്ക് നോക്കാം. പൃഥ്വ്യാം പുത്രാസ്തേ ജനനി ബഹവത് സന്ധി സരള, പരം തേഷാം മധ്യേ വിരളതരളോഹം, തവ സുതേ മദീയോയം ത്യാഗ സമുചിതമിതം നോ തവ ശിവേ കുപുത്രോ ജായേത ഉചിത വികുമാദാന ഭവതി. അമ്മേ, അവിടത്തേക്ക് ഈ ഭൂമിയിൽ അനേകം ഭക്തന്മാരായിട്ടുള്ള പുത്രന്മാർ ഉണ്ടായിരുന്നു, ഉണ്ട്, അതെനിക്കറിയാം.
അപ്പൊ ഇവരുടെ ഇടയില്, അതായത് ആ അമ്മയുടെ ഇത്രയും വലിയ എന്താ പറയാ വളരെ പ്രസിദ്ധരായിട്ടുള്ള മക്കളുടെ ഇടയില് അല്പനും ചപലനുമായിരിക്കുന്ന ഞാനും അമ്മയുടെ ഒരു മകനല്ലേ? ഹേ ശിവേ, ആ അവരുടെ ഇടയിൽ അല്ലയോ അമ്മേ, ആ എന്താ പറയാ നിസ്സാരനായിരിക്കുന്ന ഇല്ലേ ഒരു മകൻ ഉണ്ടെന്ന് അമ്മ മറക്കല്ലേ? ഹേ ശിവേ, എന്നെ ഉപേക്ഷിക്കുന്നത് അവിടത്തേക്ക് സമുചിതമല്ല. ദുഷ്പുത്രൻ ഭവിക്കാം, ദുർമാതാവ് ഒരിക്കലും ഭവിക്കുന്നില്ല. മൃത്യാം പുത്രാസ്തേ ജനനി ബഹവ സന്ധി സരള പരം തേഷാം മധ്യേ വിരളതരളോഹം തവ സുതാഹ മദീയോയം ത്യാഗ സമുചിതമിതം നോഷ് തവ ശിവേ കുപുത്രോ ജായേത ഉചിതബി കുമാദാന ഭവതി. ഇപ്പൊ എന്താ കുറച്ചുകൂടെയൊക്കെ സ്വാതന്ത്ര്യമായി അല്ലെ? അമ്മ അധികം ഒന്നും പറയുന്നില്ല എന്ന് കേട്ടപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയാണ്. അല്ലയോ അമ്മേ, അവിടത്തേക്ക് ഈ ഭൂമിയിൽ അനേകം ഭക്തന്മാരായിട്ടുള്ള നല്ല പുത്രന്മാരുണ്ട് ഇല്ലേ? ഈ ഋഷി മുനിമാർ അമ്മയെ തന്നെ സദാ പൂജിക്കുന്നവരുണ്ട്. 64 ഉപചാരങ്ങൾ, ചതുഷ്ഷഷ്ടി ഉപചാരം പഠിച്ചു ചെയ്യുന്നവരുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അമ്മയ്ക്ക് പത്മമിട്ട് ശ്രീചക്രത്തെ നവാവരണ പൂജകൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം എനിക്കറിയാം. അമ്മയ്ക്ക് ഇഷ്ടം പോലെ വളരെ വളരെ ഉയർന്ന ഭക്തന്മാരുണ്ട്. പക്ഷേ അവരുടെ ഇടയില് അല്പനും ചപലനുമായിട്ടുള്ള ഞാനും അമ്മയുടെ ഒരു മകനാണ്. അല്ലയോ ശിവേ, അത് മറക്കല്ലേ അമ്മ. ഹേ ശിവേ, എന്നെ ഉപേക്ഷിക്കുന്നത് അവിടത്തേക്ക് സമുചിതമല്ല. ദുഷ്പുത്രർ ഭവിക്കാം, ദുർമാതാവ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഒരു വലിയ പരിഭവം പോലെ, അമ്മേ, ഞാനിപ്പോ ധാരാളം ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താ? നല്ല കാലങ്ങളിൽ നല്ലതൊന്നും ഞാൻ ചെയ്തില്ല. പൂജാവിധികൾ പഠിച്ചില്ല, രാവിലെ എണീറ്റില്ല, പൂജകൾ ചെയ്തില്ല. ഇതൊന്നും ഞാൻ എൻ്റെ അലസത കൊണ്ട്, ഇനി ധനം ഇല്ലാത്തത് കൊണ്ട്, പിന്നെ ഞാൻ എൻ്റെ ധനം ബാക്കിയുള്ളതിനൊക്കെ ചെലവഴിച്ചത് കൊണ്ട്, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ആ ദുരിത ഫലങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടമ്മ. കാരണം എന്താ? അത് അമ്മ എന്നെ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. അമ്മയുണ്ടെങ്കിൽ എനിക്ക് ദുഃഖം വരില്ല. അപ്പൊ ഞാൻ എന്താ ഇത്? ഈ അമ്മ ഉപേക്ഷിച്ചു എന്ന് അമ്മ പറയുന്നില്ല. നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് നമ്മൾ വിചാരിക്കണു നമ്മൾ അമ്മയിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുന്നു എന്നില്ലേ? നമ്മൾ ഒരാളോട് പിണങ്ങുമ്പോ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെ, ഇല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കും, അല്ലെ മക്കളായിരിക്കാം. എന്തെങ്കിലും ഒരു കാരണം വെച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി മക്കളും അമ്മയും, ഇല്ലെങ്കിൽ ആ ഒരു അടുത്ത ഫ്രണ്ട് ബന്ധുവിനോട് നമ്മൾ പിണങ്ങി നോക്കി ഉടനെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അത്രയും കാലം ഉണ്ടായിരുന്ന അടുപ്പം അകൽച്ചയായിട്ട് മാറും അല്ലെ? നമ്മൾ മനസ്സിൽ വിചാരിക്കും. അത് വിചാരങ്ങളാണ്. ചിലപ്പോ ആ വ്യക്തി അങ്ങനെയൊന്നും കരുതുന്നുണ്ടാവില്ല. ഇവിടെ അമ്മ പറഞ്ഞില്ല, നീ ഇതൊക്കെ ചെയ്തില്ല, നിന്നോട് ഞാൻ മിണ്ടില്ല, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നിന്നെക്കാളും നല്ല ഭക്തരുണ്ട് ഈ ഭൂമിയിൽ, അവരെനിക്ക് മതിയെന്ന് അമ്മ പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ എന്റെ കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ ചെയ്ത പാപകർമ്മങ്ങള് ഞാൻ എന്നെ അമ്മയിൽ നിന്ന് ഒരുപാട് അകറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് അമ്മ പറഞ്ഞതല്ല, അവനവന്റെ മനസ്സിൽ. ഇത് തന്നെയാണ് മനുഷ്യർക്ക് ഉണ്ടാവുക. കാരണം നമ്മൾ കുറെ കാലം ഈശ്വര ആരാധന ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു തമസ് അല്ലെ, അജ്ഞാനം വന്ന് അടിഞ്ഞുകൂടി ആ ഈശ്വരനിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ചെയ്തുകൊണ്ടിരുന്ന അനുഷ്ഠാനങ്ങളൊക്കെ മറന്ന് എപ്പോഴും ഈ പറയുന്ന എന്താ പറയാ അഴുക്ക് പിടിച്ച ഈ സംസാര സാഗരത്തിലെ മനുഷ്യ ബന്ധങ്ങളെ കുറിച്ചും അന്യരെ കുറിച്ചും അല്ലെ മോശമായിട്ടുള്ള കഥകൾ കേട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മുടെ സംസർഗം ആരുമായിട്ടാണോ അവര് പറയുന്ന കഥകൾ കേട്ട് അതിൽ മുഴുകി കണ്ണും കാതും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ദുഷിച്ച് അമ്മയെ മറന്ന്, അപ്പൊ നമുക്ക് തോന്നും ഇനി അമ്മ നമ്മളോട് മിണ്ടില്ല, ഞാൻ സ്വയം കുറ്റപ്പെടുത്തും, ഞാനൊരു പാപിയാണ് അല്ലെ, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ അമ്മയെ ഓർത്തില്ല എന്ന് പറഞ്ഞ് അവൻ സ്വയം അമ്മയിൽ നിന്ന് അകലും. ഇതാണ് മനുഷ്യർക്ക് സംഭവിക്കുക. ചെയ്യാത്ത കർമ്മങ്ങൾ നമ്മൾ കുറെ കാലിക്കുമ്പോൾ, സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു എന്താ ഇരുട്ട് തമസൊക്കെ മാറി വീണ്ടും നമ്മൾ ഒരു സത്വ ഗുണത്തിലോട്ട് നമുക്കൊരു ഊർജം അല്ലെ, ഏറ്റവും ഊർജം കൊടുക്കുന്നത് ഈശ്വരാരാധനയാണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഈശ്വരനെ വീണ്ടും വീണ്ടും അറിയുക, കേൾക്കുക, പറയുക. അതില്ലാതിരിക്കുമ്പോൾ നമുക്കൊരു ജഡത്വം ഉണ്ടാവും അല്ലെ. നമ്മൾ പറയും ഒരു ലതാർജിക്കാണ്, ഞാൻ ഭയങ്കര ക്ഷീണമാണ്. എന്താ ക്ഷീണം? ശരീരത്തിന് ഒരു ക്ഷീണവും ഇല്ല, മനസ്സിനാണ് ക്ഷീണം. മനസ്സ് ഡൗൺ ആയി. എന്താ കാര്യം മനസ്സ് ഈ ഡൗൺ ആവാനായിട്ട്? ഈ ഡൗണും അപ്പും ഒക്കെ ആവുന്നത് എന്തുകൊണ്ടാ? സുഖ ദുഃഖങ്ങള്. വലിയ സുഖമുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും നമ്മളെ പുകഴ്ത്തി, പണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അല്ലെ, എല്ലാവരുടെയും എന്താ പറയാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ട് ഇങ്ങനെ വലിയ സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷ സുഖം. ഒരാൾ കുറ്റം പറഞ്ഞു, കുറച്ച് പണം നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ ശിഥിലമായി, ഉടനെ പറയും ഞാൻ ഡൗൺ ആണ്. അപ്പൊ മനസ്സെന്ന് പറയുന്ന ഒരു പെൻഡുലം അല്ലെ, ആ ഒരു ക്ലോക്കിൽ 6 മണിയും ഉണ്ടാകും, 12 മണിയും ഉണ്ടാകും. 6 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ന്നിരിക്കുകയാണോ? 12 മണിയാണോ ഉയർന്നത്?
രണ്ടും ഒരു നേർരേഖയിൽ നിൽക്കുക. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്. സുഖദുഃഖങ്ങളാണ്. രാത്രിയും പകലും വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ സുഖം ദുഃഖം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്.